ക്രിസ്തുയേശുവിൻ്റെ നിസ്തുല നാമത്തിൽ എല്ലാവർക്കും സ്നേഹവന്ദനം. ഇന്നത്തെ നമ്മുടെ ധ്യാനത്തിനായി വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 14 അധ്യായത്തിൻ്റെ 33 മുതൽ 36 വരെയുള്ള വാക്യങ്ങൾ. മത്തായി 14, 33 മുതൽ 36 വരെ. നീ ദൈവപുത്രൻ സത്യമെന്ന് പറഞ്ഞ് അവനെ നമസ്കരിച്ചു. അവർ അക്കരെ എത്തി ഗന്നസരേത്ത് ദേശത്ത് ചെന്നു. അവിടുത്തെ ജനങ്ങൾ അവൻ ആരെന്ന് അറിഞ്ഞ് ചുറ്റുമുള്ള നാട്ടിലെല്ലാം ആളയച്ച് ദീനക്കാരെയൊക്കെയും അവൻ്റെ അടുക്കൽ കൊണ്ടുവന്നു. അവൻ്റെ വസ്ത്രത്തിൻ്റെ തൊങ്ങൽ മാത്രം തൊടുവാൻ അനുവാദം ചോദിച്ചു. തൊട്ടവർക്ക് ഒക്കെയും സൗഖ്യം വന്നു. കർത്താവിൻ്റെ പരിശുദ്ധ നാമം വാഴ്ത്തപ്പെടട്ടെ. യേശു ദൈവപുത്രനെന്ന് ശിഷ്യന്മാർ തിരിച്ചറിഞ്ഞു എന്നാണ് വിശുദ്ധ മത്തായി രേഖപ്പെടുത്തുന്നത്. അതായത് പ്രതികൂലമായി അടിച്ച കാറ്റും തിരമാലയും അല്ലെങ്കിൽ പ്രകൃതിക്ഷോഭത്തെ കർത്താവ് ശാന്തമാക്കി എന്നതാണ് ഈ ഒരു തിരിച്ചറിയലിലേക്ക് അവരെ നടത്തുന്നത്. അപ്പോൾ ദൈവത്തെ നമസ്കരിച്ചു എന്ന് പറയുമ്പോൾ ഈ നമസ്കാരം ദൈവത്തിന് മാത്രമുള്ളതാണ്. അമാനുഷികമായ ഒരു ആളത്വം നമ്മുടെ മേലുണ്ടെങ്കിൽ അത് നമ്മളെ ഭരിക്കാനും നിയന്ത്രിക്കാനും എല്ലാറ്റിനെയും നിയന്ത്രിക്കാൻ കഴിയുന്ന ദൈവീക ശക്തിയുടെ മുൻപിലാണ് മനുഷ്യൻ്റെ നമസ്കാരം ആവശ്യം. എന്നാൽ ഇന്ന് പലപ്പോഴും തമ്മിൽ കാണുന്ന മനുഷ്യർ ഒരു നമസ്കാരം പറയാറുണ്ട്. അതിൻ്റെ കാരണം താങ്കളെ ഞാൻ എന്നേക്കാൾ വലിയവനെന്ന് മനസ്സിലാക്കുന്നു, അംഗീകരിക്കുന്നു എന്നതാണ് അതിൻ്റെ അർത്ഥം. ഈ വേദഭാഗത്ത് യേശുക്രിസ്തുവിൻ്റെ ദിവ്യത്വം ശിഷ്യന്മാർക്ക് വീണ്ടും ബോധ്യമായി എന്ന് കാണുന്നു. അങ്ങനെ അവിടെ നിന്ന് അവർ ഗന്നസരേത്ത് ദേശത്ത് ചെന്നു. മത്തായി 14 അധ്യായത്തിൽ യോഹന്നാൻ്റെ അപകടകരമായ മരണത്തെക്കുറിച്ചൊക്കെ വായിക്കുന്നുണ്ട്. യേശു മരുഭൂമിയിലേക്ക് പോയി എന്നും കാണും. പുരുഷാരം അവനെ അനുഗമിച്ചു. അവൻ വചനം ശുശ്രൂഷിച്ചു, അവരുടെ ആവശ്യങ്ങളെ നിറവേറ്റി, രോഗികളെ സൗഖ്യമാക്കുകയും യഹോവ എന്ന നിലയിൽ അപ്പം കൊണ്ട് പോഷിപ്പിക്കുകയൊക്കെ ചെയ്തു. യഹൂദന്മാർ അവനെ നിഷേധിച്ചു. എന്നാൽ തൻ്റെ ശിഷ്യന്മാർ അവൻ്റെ ദൈവത്വം ഗ്രഹിക്കണമെന്ന് കർത്താവ് ആഗ്രഹിച്ചു. ഇപ്പോഴും അവരുടെ മനസ്സുകൾ ഏറെക്കുറെ ഒരു പൂർണ്ണമായ നിലപാടിലേക്ക് എത്തുന്നില്ല. ഓരോ പ്രാവശ്യവും കർത്താവ് ചെയ്യുന്ന അത്ഭുത പ്രവൃത്തികൾ കാണുമ്പോൾ അവരാശ്ചര്യപ്പെടുന്നു. അവരുടെ ആശ്ചര്യം ഇങ്ങനെ തുടർന്നു കൊണ്ടേയിരിക്കുന്നു എന്നതാണ് വസ്തുത. അതുകൊണ്ട് പൂർണ്ണമായ ദൈവിക അധികാരത്തിൻ്റെ കീഴിൽ തങ്ങളെ തന്നെ സമർപ്പിക്കാനുള്ള ഒരു വിധേയത്വം ശിഷ്യന്മാർക്ക് ഇപ്പോഴും ലഭ്യമായിട്ടില്ല. അവൻ തൻ്റെ ശിഷ്യന്മാരെ പടകിലയച്ചു. അവൻ പ്രാർത്ഥിപ്പാൻ മലയിൽ കയറിപ്പോയി. ഇത് നമ്മുടെ ഇന്നത്തെ നിലയുടെ ഒരു ചിത്രമാണ്. നമ്മുടെ കർത്താവ് നമുക്ക് വേണ്ടി പക്ഷപാതം ചെയ്യാൻ സദാ ജീവിക്കുന്നു. നമ്മുടെ അവിശ്വാസങ്ങളിൽ കർത്താവ് നമുക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുന്നു എന്നതാണ് വാസ്തവം. ദുഷ്ടശക്തിയോട് എതിർത്ത് നിൽക്കാനുള്ള ത്രാണി നമുക്ക് ലഭിക്കാൻ കർത്താവ് നമുക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുന്നു. തിരമാലകളാൽ പടക് ഉലയുമ്പോൾ അതിനെ ശാന്തമാക്കാൻ കർത്താവ് നമ്മുടെ ജീവിതത്തിന് നേരെ നടന്നു വരുന്നു. പ്രഭാതത്തിന് തൊട്ടു മുൻപുള്ള 4-ാം യാമത്തിൽ യേശു വരുന്നു. അവൻ ശിഷ്യന്മാരെ കാണുന്നു. കാറ്റമർന്നു. അവനോടുകൂടെ അക്കരെ എത്തി. വിശുദ്ധ മർക്കോസ് ഈ ഒരു ഭാഗം രേഖപ്പെടുത്തുന്നത് 4-ാം അധ്യായത്തിലാണ്. ഇവിടെ ഗന്നസരേത്തിൽ നടക്കുന്ന അത്ഭുത പ്രവൃത്തി കല്ലറകളിൽ അധിവസിക്കുന്ന ചങ്ങലകളാൽ ബന്ധിക്കപ്പെട്ട ഒരു സ്പ്ലിറ്റഡ് പേഴ്സണാലിറ്റി ഉള്ള മനുഷ്യന് സൗഖ്യം നൽകുന്നതാണ്. അവൻ്റെ പേരൊക്കെ അവൻ പറയുന്നുണ്ട്. അതായത് അവന് താങ്ങാനാവാത്ത വിധത്തിലുള്ള ദുഷ്ടശക്തി അവനെ അധീനപ്പെടുത്തിയിരുന്നു. അതിൽ നിന്നാണ് കർത്താവ് അവന് വിടുതൽ നൽകുന്നത്.
അപ്പോൾ നമുക്ക് നിയന്ത്രിക്കാനാവാത്ത തിന്മയുടെ ശക്തികളെ നമ്മിൽ നിന്ന് അകറ്റാൻ നമ്മുടെ കർത്താവിൻ്റെ സാന്നിധ്യമല്ലാതെ ലോകത്തിൽ നമുക്ക് മറ്റൊരു അഭയസ്ഥാനമില്ല എന്ന് മത്തായി പറയുന്നു. ധാരാളം രോഗികളെ അവൻ്റെ അടുക്കൽ കൊണ്ടുവരുന്നു. അവൻ്റെ വസ്ത്രത്തിൻ്റെ തൊങ്ങൽ തൊടാൻ അനുവാദം ചോദിച്ചു. തൊട്ടവർക്ക് ഒക്കെയും സൗഖ്യം വന്നു. കർത്താവിൻ്റെ വസ്ത്രത്തിൻ്റെ തൊങ്ങലിലൊന്ന് തൊടാൻ ആ സാന്നിധ്യം ആഗ്രഹിച്ച് നമ്മൾ നിൽക്കുന്നുവെങ്കിൽ നമ്മുടെ ആഗ്രഹത്തെ അറിയുന്ന ദൈവം നമ്മുടെ ജീവിതത്തിൻ്റെ ദിശയെ മാറ്റും, ബന്ധനങ്ങളെ അകറ്റും, നമ്മുടെ ജീവിതത്തിനൊരു പുതിയ പ്രകാശവും ഒരു പുതിയ പ്രഭാതവും ദൈവം നമുക്ക് നൽകും. പ്രാർത്ഥിക്കാം. കരുണ നിറഞ്ഞ വാഴ്ത്തപ്പെട്ട ഞങ്ങളുടെ ദൈവമേ, സ്വർഗ്ഗ പിതാവേ, മനോഹരമായ പുതിയ പ്രഭാതം ഞങ്ങൾക്ക് ദാനമായി നൽകിയതോർത്ത് നന്ദിയോടെ ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു. ഞങ്ങളുടെ ബന്ധനങ്ങളെ അകറ്റാൻ, ഞങ്ങളെ കീഴടക്കിയിരിക്കുന്ന തിന്മയുടെ ശക്തികളിൽ നിന്ന് ഞങ്ങൾക്ക് മോചനം നൽകാൻ അവിടുത്തെ കരം ഇന്നും കുറുകിപ്പോയിട്ടില്ലല്ലോ. ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾക്ക് സ്വതവേ വിടുതൽ പ്രാപിക്കാനാവാത്ത മേഖലകളിൽ കർത്താവിൻ്റെ കരം നീട്ടണമേ. ഇന്ന് പ്രഭാതം ഞങ്ങൾക്ക് അനുഗ്രഹത്തിൻ്റെ ഒരു പുതിയ ദിവസത്തിലേക്ക് പ്രവേശിപ്പാനുള്ള കവാടമാക്കി നൽകണമേ. പ്രദോഷം വരെ അവിടുത്തെ കരുണയിൽ കാക്കണമേ. യേശു മശിഹ മൂലം പ്രാർത്ഥിക്കുന്നു. കൃപയോടെ കേൾക്കുമാറാകണമേ. ആമേൻ. സകല ബുദ്ധിയെയും കവിയുന്ന ദൈവത്തിൻ്റെ അളവറ്റ കൃപയും സമാധാനവും നമ്മോടുകൂടെ ഇന്നും എന്നേക്കും ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ.